നമസ്കാരം. നമ്മുടെ ആലപ്പുഴയെക്കുറിച്ചും കോട്ടയത്തെക്കുറിച്ചും കേരളത്തെക്കുറിച്ചും ഒക്കെ വലിയൊരു വാർത്ത കഴിഞ്ഞ ദിവസം വന്നിരുന്നു. നമ്മുടെ പത്രങ്ങളിൽ ചെറിയൊരു ന്യൂസായിട്ടാണ് വന്നെങ്കിലും ന്യൂസ് വന്നിരുന്നു. ഗോഹട്ടിയിലെ IIT-യും മാണ്ഡി IIT-യും ബാംഗ്ലൂരിലെ ഒരു ഓർഗനൈസേഷനും കൂടി സെന്റർ ഫോർ സയൻസ് ടെക്നോളജി എൻവയോൺമെന്റ് ആൻഡ് പോളിസി എന്ന് പറയുന്ന ഒരു സ്ഥാപനം, അവർ ധാരാളം ഗവേഷണങ്ങൾ നടത്തുന്നവരാണ്. ഈ 3 സ്ഥാപനങ്ങൾ കൂടി ഒരു പഠനം നടത്തിയിരുന്നു. 2018 മുതലാണ് കേരളത്തിൽ കഴിഞ്ഞ 6 വർഷക്കാലത്തെ IMD ഡേറ്റയും മഴയുടെ രീതികളും ഒക്കെ വെച്ചിട്ടാണ് പഠനം നടത്തിയിരിക്കുന്നത്. ആ പഠനത്തിൽ പറയുന്നത് 74% സാധ്യതയാണ് ആലപ്പുഴയിൽ പ്രളയവും പിന്നെ 73% സാധ്യത വരൾച്ചയ്ക്കുമുണ്ടെന്നാണ്. 6 മാസക്കാലമായിരുന്നു കേരളത്തിൽ എല്ലാം കൂടി കണക്കാക്കുമ്പോൾ മഴയുണ്ടായിരുന്നത്. അതിപ്പോൾ 9 മാസക്കാലത്തേക്ക് മഴ മാറി. ഏപ്രിലിൽ നല്ല ചൂടായിരിക്കുമെന്നൊരു മറ്റൊരു വാർത്ത ഇപ്പോൾ വന്നിട്ടുണ്ട്. ജനുവരി വരെ നമുക്ക് മഴ കിട്ടും, ഏപ്രിൽ നല്ല ചൂടായിരിക്കും. പ്രളയം വരാൻ സാധ്യതയുണ്ട്. ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ജില്ല, സാധ്യതയാണ് പറയുന്നത്, ഉള്ള ജില്ല ആലപ്പുഴയാണ് കേരളത്തിൽ. അതുപോലെ വരൾച്ച വരാൻ സാധ്യതയുള്ള ജില്ലയാണ് ആലപ്പുഴ. രണ്ടാമത് വരൾച്ച വരാൻ സാധ്യതയുള്ള ജില്ലയാണ് കോട്ടയം. അപ്പൊ കോട്ടയത്തെയും ഇതൊക്കെ സാധാരണ നമുക്ക് ചിരപരിചയമല്ല. നമ്മൾ കൂടുതൽ ഉരുൾപൊട്ടൽ പോലുള്ള കാര്യങ്ങൾ മലനാട് പ്രദേശങ്ങളിൽ വരും, തീരപ്രദേശം കുറച്ച് ഹോട്ട്സ്പോട്ട് ആണെന്നൊക്കെയാണ് പഠിച്ചു വെച്ചിരുന്നത്. ഇപ്പൊ കോട്ടയം ജില്ല ഹോട്ട്സ്പോട്ട് ആവുന്നു. വയനാട് നേരത്തെ ഇതുപോലെ പറഞ്ഞ പല പ്രശ്നങ്ങളിലേക്ക് പോയി. മഴയുടെ രീതി മാറുന്നു. കുറഞ്ഞ സമയത്ത് കുറഞ്ഞ സ്ഥലത്ത് വലിയ മഴ എന്ന രീതിയിൽ മഴ സ്വഭാവം മാറുന്നു. മഴക്കാലം നീണ്ടു നിൽക്കുന്നു. മഞ്ഞില്ലാതാകുന്നു. മഞ്ഞുകാലം ഇല്ല. ഇപ്പോൾ ഈ സീസണിൽ മഞ്ഞുകാലമില്ല. അപ്പൊ മഞ്ഞുകാലം കാണുന്നില്ല. മഴക്കാലം നീണ്ടു നിൽക്കുന്നു. ആലപ്പുഴ ജില്ലയെക്കുറിച്ച് പഠനങ്ങൾ വരുന്നു. കോട്ടയം ജില്ലയെക്കുറിച്ചുള്ള പഠനങ്ങൾ വരുന്നു. അപ്പൊ ധാരാളം കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. ആഗോളതാപനം ഒരു കാലഘട്ടത്തിൽ ഒരു അക്കാഡമിക് വിഷയമായിരുന്നു. അങ്ങനെ സീരിയസ് ആയിട്ട് ആരും ഏറ്റെടുത്ത ഒരു വിഷയമായിരുന്നില്ല. പിന്നെ കാലാവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടായപ്പോഴാണ് ഇതിനെക്കുറിച്ച് ഒന്ന് ശ്രദ്ധിച്ചു തുടങ്ങിയത്. അപ്പോഴും നമ്മൾ പറയുമായിരുന്നു നമുക്കിതൊന്നും ബാധകമല്ല എന്ന്. പക്ഷെ കേരളത്തിൽ വളരെ ഗൗരവമായി കാലാവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുന്നു. മഴക്കാലത്തിന് മാറ്റമുണ്ടാകുന്നു. മഞ്ഞുകാലം ഇല്ലാതാകുന്നു. ചൂടുകാലത്തിന്റെ വലിയ ചൂടാണ് വരാനിരിക്കുന്നത് എന്നുള്ള പഠനങ്ങൾ വരുന്നു. ജില്ലകളെ സംബന്ധിച്ച് പഠനങ്ങൾ വരുന്നു. കുട്ടനാടിനെ സംബന്ധിച്ച് പഠനങ്ങൾ വരുന്നു. അങ്ങനെ വളരെ വ്യത്യസ്തമായ, കലുഷിതമായ, സംഘർഷഭരിതമായ കാലാവസ്ഥ നിഗമനങ്ങളാണ്, നിരീക്ഷണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ പഠനങ്ങളും അതുപോലെ സംഭവിച്ചു കൊള്ളണമെന്ന് നിർബന്ധമില്ല. പക്ഷെ എങ്കിൽ പോലും നമ്മൾ ഇതിനെ സംബന്ധിച്ച് ഗൗരവമായി കേരള സമൂഹം ചർച്ച ചെയ്യണം. അതിനാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഒരു 10 വർഷം മുമ്പ് നമുക്കിപ്പോ കുട്ടനാടിനെ കുറിച്ചോ ആലപ്പുഴയെക്കുറിച്ചോ കോട്ടയത്തെക്കുറിച്ചോ നമുക്ക് പറഞ്ഞാലോ അങ്ങനെ വരാൻ സാധ്യതയുണ്ടോ? ഇല്ല എന്നാ പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പൊ ആ കാലം മാറി. കാലാവസ്ഥ വല്ലാതെ മാറുന്നു. ഈ ജില്ലകളുടെ പ്രതിസന്ധി പുറത്തു വരുന്നു. മഴയെ സംബന്ധിച്ചുള്ള കണക്കുകൾ പുറത്തു വരുന്നു. ഇനി വേറെയും ഒരു പ്രതിസന്ധിയിലാണ് ഇപ്പൊ കർഷകർ. ഇപ്പൊ നേരത്തെ മഴ കിട്ടി, കുറച്ച് കാലം തെറ്റി മഴ വന്നു. അതുകൊണ്ട് അവർക്ക് സമയത്ത് കൃഷി ഇറക്കാൻ പറ്റിയില്ല. കൃഷി മാറിയാണ് ഇറക്കിയിരിക്കുന്നത്. അപ്പൊ ജനുവരിയിൽ എടുക്കേണ്ട വിളവെടുപ്പ് ഫെബ്രുവരിയിലേക്ക് പോകും. അപ്പൊ വിളവെടുപ്പ് കാലം നീളുന്നു. ചിലപ്പോൾ മാർച്ചിലേക്ക് പോകും. അങ്ങനെ വിളവെടുപ്പ് കാലം നീണ്ടു കഴിഞ്ഞാൽ ചൂട് വരുമോ? അപ്പൊ മഴ ശക്തമായതുകൊണ്ട് കൃഷി ചെയ്യാൻ താമസിക്കുന്നു. വിളവെടുപ്പ് സമയത്ത് നല്ല ചൂട് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മുടെ നെൽകൃഷി അടക്കമുള്ള കൃഷിയിടങ്ങളെയും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കേരളത്തിലെ കൃഷിയിടങ്ങൾ ആകെ വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. മറ്റൊരു പഠന റിപ്പോർട്ട് നാച്ചറിൽ വന്നിട്ടുണ്ട് ഇന്ന്. അത് ആഗോളാടിസ്ഥാനത്തിൽ വന്നിരിക്കുന്ന റിപ്പോർട്ടാണ്. കേരളത്തിനൊക്കെ ബാധകമാണ്. മണ്ണിന്റെ മരവൽക്കരണം നന്നായി നടക്കുന്നു എന്നാണ് പറയുന്നത്. മണ്ണ് ഒരുപാട് നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് പോകുന്നത്. അത് ഒരുപാട് അമിതമായ കീടനാശിനികൾ പ്രയോഗിച്ചതിന്റെ ഫലമായും ആഗോളതാപനത്തിന്റെയും കാർബണിന്റെയും ഒക്കെ പിന്നെ പ്രശ്നങ്ങൾ കൊണ്ട് കാർബൺ എടുത്തു വെക്കാൻ കഴിയുന്ന കഴിവൊക്കെ മണ്ണിന് കൂടുകയും കുറയുകയും പല രൂപത്തിൽ അതിന്റെ സന്തുലിതാവസ്ഥയിലൊക്കെ വ്യത്യാസം വരുന്നത് കൊണ്ട് മണ്ണിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നുവെന്ന് പഠനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഈ പഠനങ്ങളൊക്കെ നമ്മളെ കണ്ണു തുറപ്പിക്കണം. മുൻകാലങ്ങളിലാണെങ്കിൽ ഇത്തരം പഠനങ്ങളെ വെറും ഒരു അക്കാഡമിക് വിഷയങ്ങളായിട്ട് നമുക്ക് മാറ്റിവെക്കാമായിരുന്നു. ഇപ്പൊ അത് കഴിയില്ല. നമ്മുടെ കൺമുന്നിൽ ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ദുരന്തങ്ങളുടെ ഭൂമിയായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാരെയും പേടിപ്പിക്കാനോ ഭീതിപ്പെടുത്താനോ കാലാവസ്ഥ മാറ്റം എന്ന് പറയുന്നത് ഏതെങ്കിലും സാഹിത്യത്തിന്റെ ഉടായ്പാണെന്നോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞതാണെന്നോ
ഒക്കെ ഉള്ള അഭിപ്രായം ഉണ്ടായിരുന്നു. നേരത്തെ അങ്ങനെയൊക്കെ ചില ചർച്ചകൾ നടന്നു. സായിപ്പ് പറയുന്ന ഒരു കാലാവസ്ഥ വ്യതിയാനം ഒന്നും അങ്ങനെ ലോകത്ത് വരുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ പലതും കാണുന്നു. അപ്പൊ ആഗോളതാപനത്തിന്റെ ഫലമായി കാലാവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകുന്നു, അല്ലെ കാലാവസ്ഥ മാറ്റം സംഭവിക്കുന്നു. ഇപ്പൊ ഭൂമിയിൽ പല സ്ഥലങ്ങളിലും നന്നായി സംഭവിക്കുന്നു. അതിശക്തമായ അതിശൈത്യമാണ് പിന്നെ വടക്കേ ഇന്ത്യയിൽ. അപ്പൊ ഇത് നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ ഫ്രീക്വൻസി, അതായത് കാലയളവ്, ചെറിയ കാലയളവ് വ്യത്യാസത്തിൽ ഇത് വരുന്നു എന്നുള്ളതാണ്. നേരത്തെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഭൂമിയിൽ നല്ല ചൂടുണ്ടായിരുന്നു, തണുപ്പുണ്ടായിരുന്നു, ഒക്കെ ശരിയാണ്. പക്ഷെ ഇപ്പോ അതിന്റെ കാലയളവ് കുറഞ്ഞു വരുന്നു, ദേശങ്ങൾ മാറി വരുന്നു, കാലദേശ വ്യത്യാസം ഉണ്ടാകുന്നു എന്നുള്ളത് ഗൗരവമായൊരു വിഷയമാണ്. തീർച്ചയായും അത് നമ്മുടെ പൊതുസമൂഹവും അക്കാഡമിക് സമൂഹവും സർക്കാരുകളും എല്ലാവരും ഇത് ഗൗരവമായി ആലോചിക്കണം. വളരെ സീരിയസ് ആയി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ കൺമുന്നിൽ വരുന്ന ഇത്തരം പഠന റിപ്പോർട്ടുകൾ ഇപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത്, ഈ വീഡിയോയിലൂടെ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് IIT-യുടെ പഠനങ്ങളാണ്. ആലപ്പുഴയെയും കോട്ടയത്തെ സംബന്ധിച്ചുള്ള പഠനങ്ങളാണ്. ഈ പഠനങ്ങളൊക്കെ തന്നെ നമുക്ക് നമ്മുടെ മുന്നിൽ യാഥാർത്ഥ്യങ്ങളായിട്ടുണ്ട്. അതിനാവശ്യമായ നയങ്ങളും ചിന്തകളും ചട്ടങ്ങളുമൊക്കെ രൂപീകരിക്കപ്പെടും. ജനങ്ങളും അതനുസരിച്ചുള്ള ഒരു ജീവിതക്രമം രൂപപ്പെടുത്തുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. എന്തായാലും നമുക്ക് ഒരു ഭൂമിയേ ഉള്ളൂ, ഒരു കേരളമേ ഉള്ളൂ, ഒരു ഇന്ത്യയേ ഉള്ളൂ. അത് ഈ പറഞ്ഞതുപോലെ പ്രകൃതിയെയും കൂടി സംരക്ഷിക്കുന്ന, പരിസ്ഥിതിയെയും കൂടി സംരക്ഷിക്കുന്ന പുതിയ വികസന സങ്കല്പത്തിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. അത് അങ്ങനെ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായും ഈ പഠനങ്ങൾ നമ്മുടെ കണ്ണു തുറപ്പിക്കട്ടെ.